പ്രൈസ് ഗോഡ്. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ അനുഭവം പങ്കുവയ്ക്കുന്നത്. ഞാൻ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് മാതാവിനെ കാണാൻ പറ്റി, മാതാവിൻ്റെ സുഗന്ധം ലഭിച്ചു, മാതാവിൻ്റെ സാന്നിധ്യം സാമീപ്യം പല സമയങ്ങളിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കേട്ടപ്പം എനിക്കും എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം, എനിക്കും മാതാവിൻ്റെ സുഗന്ധം ലഭിക്കണം, അല്ലെങ്കിൽ സാന്നിധ്യം സാമീപ്യം അനുഭവിക്കാൻ പറ്റണം. അപ്പം ഞാനും പ്രാർത്ഥിച്ചു തുടങ്ങി, മാതാവേ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കാൻ പറ്റണേ. അങ്ങനെ ഒരു ദിവസം ഞാൻ അഡോറേഷൻ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഒരു ഈശോയുടെ തിരുമുഖത്തിൻ്റെ മെഡല് കൊണ്ടുവന്ന് തന്നു. ശരിക്കും ഞാൻ ഒത്തിരി ആ മെഡലിന് വേണ്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. മെഡലിന് വേണ്ടിയിട്ടല്ല, ഒരു തിരുമുഖത്തിൻ്റെ ഫോട്ടോ കിട്ടാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെഡലായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അതെനിക്ക് ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാമല്ലോ, അതെനിക്ക് ഒത്തിരി സന്തോഷമായി. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും മെഡലാവുമ്പോൾ. അപ്പം ഒത്തിരി സന്തോഷമായി. എന്നിട്ട് അപ്പം ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചത്, എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം സാമീപ്യം അറിയണം, അതെനിക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റായിട്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു. മെയ് 16 ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഒരു മെയ് 14 ഒക്കെ ആയപ്പോഴത്തേക്കും 14 തീയതി ഒക്കെ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനും മക്കളും തന്നെയുള്ളൂ. ചേട്ടായി ഡ്യൂട്ടിക്ക് പോയിരിക്കുക. അപ്പം ഒരാൾ ബൈബിള് വായിച്ച്, മക്കൾ രണ്ടുപേരും എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കാൻ, ഞാൻ നടുക്കായിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ആളുടെ കയ്യിലോട്ട് കൊടുക്കാൻ നേരത്ത് ഞാൻ ആദ്യം ബൈബിൾ അങ്ങ് പാസ് ചെയ്തു. പിന്നെ ഞാൻ ഓർത്ത്, അയ്യോ ഞാൻ ബൈബിളിൽ മുത്തിയില്ലല്ലോ. അന്നേരം ഞാൻ അവരുടെ കയ്യിൽ നിന്ന്, കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ബൈബിൾ തിരിച്ചു മേടിച്ച് ഞാൻ ഉമ്മ വെച്ചപ്പോൾ എനിക്കൊരു ഭയങ്കരമായ സുഗന്ധം ആ ബൈബിളിൽ അനുഭവപ്പെട്ടു. അപ്പം ഞാൻ ഉടനെ അവരെ മണപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആ അമ്മ ഇത് മദർ മേരിയുടെ സ്മെല്ലാന്ന് പറഞ്ഞു, മദർ മേരിയുടെ മണമാന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും മണത്തു. ഞങ്ങൾ ആ ബൈബിളിൻ്റെ ഫുള്ളും, ബൈബിളിൻ്റെ മേൽഭാഗം, ആ ഒരു ഫ്രണ്ട് ഭാഗമില്ലേ, കുരിശിൻ്റെയൊക്കെ ഭാഗം, അവിടെയാണ് മാതാവിൻ്റെ മണം ഞങ്ങൾക്ക് അനുഭവപ്പെട്ട. ആ ചട്ട മുഴുവൻ, മേളിലില്ല, തൊട്ട് ഇച്ചിരി താഴെയായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ മണത്ത് നോക്കി, മൊത്തം ബൈബിളിൻ്റെ വട്ടം മണത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് എവിടെയൊക്കെയാണ് മണം കിട്ടുന്നത്. അത് ആ സുഗന്ധം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ മണക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ലഹരിയാണ്. ഇതിനു മുൻപോ അത് കഴിഞ്ഞിട്ടോ ആ മണം കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു മണം. അപ്പം ചേട്ടായി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം ചേട്ടായിക്കും മണക്കാൻ കൊടുത്തു. ചേട്ടായി പറഞ്ഞു, ഇത് മാതാവിൻ്റെ മണം തന്നെയാണ്. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നതിലൊക്കെ മാതാവിൻ്റെ മണം, സുഗന്ധം വന്നു പോകുന്നു, അതിങ്ങനെ നിലനിൽക്കുന്നില്ല. അപ്പം ഇത് ഞങ്ങൾക്ക് ഏകദേശം ഒരാഴ്ചത്തോളം ഈ സുഗന്ധം ഞങ്ങളുടെ ബൈബിളിലുണ്ടായിരുന്നു, ആ ബൈബിളിന്റെ ആ ഒരു ഭാഗത്ത്. പക്ഷെ ആ ബൈബിളിൽ വെക്കുന്നതിനോടനുബന്ധിച്ച് ബൈബിളിന്റെ മേളിലും ബൈബിളുണ്ട്, താഴെയും ബൈബിളുണ്ട്, അതിനൊന്നും മണമില്ല. അടുത്ത് വേറെ പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്, ഇപ്പുറത്തെ വേറെ പ്രാർത്ഥനാ പുസ്തകം, പക്ഷെ അതിനൊന്നും മണമില്ല. ആ ഒരു ബൈബിളിൽ മാത്രം മണം. അങ്ങനെ എല്ലാ ദിവസവും മണത്ത് നോക്കും, ഇടയ്ക്കൊക്കെ വന്ന് മണത്ത് നോക്കാം, മണം അവിടെ ഉണ്ടോ. അപ്പം ഒരു സംശയമായി, ഇതെന്താ ഈ മണം പോവാത്തത്, ഇത് മാതാവിൻ്റെ മണം തന്നെയാണെന്നൊരു സംശയമായി. പിന്നെ ഞാൻ അപ്പുറത്തെ റൂമിൽ, മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പം അപ്പുറത്തെ റൂമിലും ഇപ്പുറത്തെ റൂമിലൊക്കെ ഇരുന്ന് കൊന്ത ചെല്ലുമ്പോഴും ഇതുപോലെ ഒരു, പക്ഷേ ബൈബിളിലുള്ള സ്മെല്ലല്ല, അത് ജാസ്മിൻ്റെ സ്മെല്ലിങ്ങനെ ഇങ്ങനെ കാറ്റടിക്കുന്നത് പോലെ വന്നു പോകുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ആ ബൈബിളിൻ്റെ മേളിൽ നിന്ന്, ആ ചട്ടയിൽ നിന്ന് ആ മണം ഇങ്ങനെ നേർത്ത് വന്ന് കംപ്ലീറ്റ്ലി ഇല്ലാതായി. അപ്പം ഉറപ്പായി അത് മാതാവിൻ്റെ സുഗന്ധം തന്നെയായിരുന്നു, വേറെ ഒന്നുമല്ല. വേറെ എവിടെയും ഞങ്ങൾക്ക് ആ സുഗന്ധം കിട്ടാനില്ല, വേറെ ബൈബിളിൻ്റെ വേറെ ഭാഗത്തോ ഉള്ളിലോ ഒന്നുമില്ല. അപ്പം നമ്മൾ മാതാവിനോട് അല്ലെങ്കിൽ ഈശോയോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ബൈബിളിലൊരു വചനം പറയുന്നില്ലേ, നിങ്ങൾ ഇതുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പം ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ തരാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവ്, ഒരു മാതാവ്
ഒക്കെ നമുക്കുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, എനിക്കറിയാം എന്നെക്കാളും ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരായിരിക്കാം ഇത് കേൾക്കുന്നവർ. നമ്മളതിങ്ങനെ പലരോട് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പം അവരുടെ വിശ്വാസം കൂടും, അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാകും. അതപ്പോൾ അവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. ഇത് കൂടുതൽ നമ്മളെ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുത്തുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്ക്. താങ്ക് യു.